അത് ഞാനല്ലേ എടുത്തു മാറ്റിയത്. സർ, ഞാനൊന്ന് അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ. ഇനി നിൽക്കാനൊന്നും നേരമില്ല മിസ്റ്റർ ആനന്ദ്. സർ, ഒരു 2 മിനിറ്റ്. നിങ്ങളുടെ ഈ നാടകമൊന്നും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. മിസ്റ്റർ എസിപി, മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ വക്കീലുമായി ബന്ധപ്പെടാനുള്ള സാവകാശം ഞങ്ങൾക്ക് തരണം. വക്കീലുമായി ബന്ധപ്പെടാൻ പോയിട്ട് ഇനി ഒരു നിമിഷം തരില്ല ഞാൻ. മാഡം, ബാക്കി കാര്യങ്ങൾ കോടതിയിൽ പറയൂ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്തരുത്. മാഡത്തിനെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. അയ്യോ ചേച്ചി, ആന്റി, ചേച്ചി, ശിവരാമേട്ട, മോനെ ആനന്ദേ, അയ്യോ ചേച്ചി അറസ്റ്റ് ചെയ്യാൻ പോകുന്നടാ. ഇത്രയും നാളും തൃച്ചംബരത്തെ റാണിയായി വാണില്ലേ, ഇനി നിനക്ക് കാരാഗൃഹം. അറസ്റ്റ് ചെയ്യൂ. ചേച്ചി, അയ്യോ ചേച്ചി. നിർത്ത. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. തലപുണ്ടാക്കണ്ട, ഞാൻ തന്നെ പറയാം. മാഡം വല്യൂഞ്ഞിന്റെ മുറിയിന്ന് കയ്യില് മുൻകൂർ ജാമ്യം കിട്ടിയതിന്റെ പേപ്പറാണല്ലോ. അമ്മയെ രക്ഷിക്കാൻ മുൻകൂർ ജാമ്യം. ഉറപ്പായിട്ടും അഖിലയെ ഞാൻ ജയിലിലേക്ക് അയച്ചിരിക്കും. പട്ടിക്കാട്ടിന്ന് വന്ന് 10ാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത ഈ കല്യാണി പറയാ, നീ നിന്റെ ചേച്ചിയും കൂടി ഇനി എന്തൊക്കെ ചെയ്താലും, ഇനി ഒറ്റക്കാലിൽ തപസ് ചെയ്താ പോലും തൃച്ചംബരത്തെ അഖില മാഡത്തിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക, അനുജത്തിയും ചേച്ചിയും കൂടി ചെയ്ത് കാണിക്കും. മാഡത്തിന്റെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ വിരലിൽ ഞാനൊരു പൊന്മോതിരം ഇട്ടുതരും. ഇത് നിങ്ങൾ ചെയ്തു തന്ന നിങ്ങൾക്ക് എന്ത് പ്രതിഫലവും ഞാൻ തരും. ഓക്കെ മാഡം. ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും അഖിലാണ്ടേശ്വരി രക്ഷപ്പെടരുത്.
അതിന് വേണ്ടത് എല്ലാം ചെയ്യണം. ഷുവർ മാഡം, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്. നിനക്കെന്ത് തോന്നുന്നു? ഇവരൊക്കെ പാവങ്ങളാണ് ബ്രോ. ഇവരൊക്കെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ പാവമാണ്. നോ, അവിടെ നിനക്ക് തെറ്റി അരവിന്ദ്. എന്റെ മനസ്സ് പറയുന്നത് ഈ 4 പേരിൽ ഒരാളാണ് കുറ്റക്കാരനെന്ന്. അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അല്ല, ബ്രോയ്ക്ക് അത്രയും വിശ്വാസമാണോ? 100% യെസ്. കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. യു ഡു വൺ തിങ്. നീ ഇവരെ ഫോളോ ചെയ്യണം. അതിനുള്ള ഏർപ്പാട് ചെയ്യുക. ഇന്നലെ വരെയുള്ള ഇവരുടെ ജീവിത രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോന്നാ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അത് ഞാൻ ഏറ്റു ബ്രോ. ഡൺ. എന്താ ആനന്ദ് ഗ്രൂപ്പ് കൊച്ചുമുതലാളിമാരുടെ ക്രോസ് വിസ്താരത്തിൽ പകച്ച് പണ്ടാരടങ്ങി പോയോ നമ്മുടെ ഇച്ചായൻ? ഏയ്, അങ്ങനെയൊന്നുമില്ല മാഡം. യാതൊരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ആര്? തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണനോ? ആനന്ദിന് തൃപ്തികരമായ മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ ഇച്ചായന് തോന്നുന്നുണ്ടെങ്കിൽ ആനന്ദിന്റെ പ്രതിപട്ടികയിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ ഇച്ചായൻ തന്നെയായിരിക്കും. ഉറപ്പിക്കാം, ഇപ്പൊ തന്നെ. അയ്യോ മാഡം, അത് വേറത്തെ കാറിലെ AC കൂട്ടണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചായനങ്ങ് ശ്രദ്ധിച്ചു കേക്ക്. വെറും കേൾക്കലല്ല, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ പറ്റോ? മാഡം പറഞ്ഞാ മതി. ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പ്രതിഫലം തന്ന രൂപ ഇച്ചായൻ തൽക്കാലം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യരുത്. ഒപ്പം അമിതമായി എടുത്ത് ചെലവാക്കാനും നിൽക്കരുത്. അങ്ങനെ വന്നാ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇല്ല മാഡം, ഞാൻ ചെലവാക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ഇല്ല. എല്ലാം ഒന്ന് ശാന്തമാവുന്നതുവരെ പണം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുക. ബാങ്ക് ലോക്കർ ഓക്കെയാണ്? അല്ല, പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആവുമോ മാഡം? ഏയ്, നത്തിങ്. ഇച്ചായൻ വിഷമിക്കണ്ട. ബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരു പ്രശ്നവുമില്ല, കോംപ്ലിക്കേഷൻസും ഇല്ല. പിടികൂടാൻ അവരാവത് നോക്കും, പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും. അതിനായി നിങ്ങൾക്ക് വേണ്ടത് ആ പഴയ ക്ലീൻ ഇമേജാണ്. പണ്ട് കമ്പനിയിലുണ്ടായിരുന്ന ആ ക്ലീൻ ഇമേജിന് ഒരു കോട്ടവും വരാതെ സൂക്ഷിക്കണം. അവരെ വിശ്വസിപ്പിക്കണം കൂടെ നിന്ന്. ഗോഡ് മീ? യെസ് മാഡം, മനസ്സിലായി. അങ്ങനെ ചെയ്യാം. എന്താ കല്യാണി ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ആദ്യം വലിയ ഈ പുതിനാറ്റി മുഴുവൻ അങ്ങ് കുടിക്ക്. കുറച്ചൊരാശ്വാസം കിട്ടും. എന്നിട്ട് സമാധാനമായിട്ട് കണ്ണടച്ചിരുന്ന് ഒന്നുകൂടി എല്ലാം ആലോചിക്കും. അപ്പോ യഥാർത്ഥ പ്രതിയുടെ മുഖം കണ്ണിൽ തെളിയും. അല്ലെങ്കിൽ
ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കില്ല. ആ കല്യാണി പോവാണോ? എല്ലാം ശരിയാവും. സത്യം എന്തായാലും ജയിക്കും. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണെന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവളാ. അത് അരവിന്ദ് കൃഷ്ണന്റെ ഭാര്യ എന്ന നിലയിലല്ല, തൃച്ചുംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകൾ എന്ന നിലയിലാ. അതെ ആന്റി, അഖിലാന്റിയുടെ ആ തല ഉയർത്തിപ്പിടിച്ചുള്ള നിൽപ്പില്ലേ, അത് കാണാനാ എനിക്കിഷ്ടം. എനിക്ക് മാത്രമല്ല, ആന്റിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാ ഇഷ്ടം. അതുകൊണ്ട് ഈ കൊച്ചു ഭൂമികുലുക്കത്തില് അഖിലാന്റിയുടെ കാല് പതറാൻ പാടില്ല, തല കുനിക്കാനും പാടില്ല. അതല്ല മോളെ, കുടുംബത്തിന്റെ മാനം, കമ്പനിയുടെ ഗുഡ്വിൽ ഇതെല്ലാം തകർന്നില്ലേ? എങ്ങനെ? തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കില്ല. മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് എല്ലാവരും കരുതും. ആരോ എറിഞ്ഞ ചതിവലയിൽ കുടുങ്ങി തകർന്നു പോകാനുള്ളതാണ് തൃച്ചംബരത്തെ മാനമെങ്കിൽ അതങ്ങ് പോട്ടാന്റി. വെള്ളം 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 വെള്ളം. അപ്പൊ ഇച്ചായിന് ബോധം വന്നല്ലേ? സന്തോഷം. ആദ്യം തന്നെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നിരുന്നെങ്കിലേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ ഏതാണ്ട് അടിയും കിട്ടി പുളിയും കുടിച്ചു എന്നിട്ട് കുട്ടിക്ക് ബോധമില്ലാതെ പോയി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? ആഹാ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പുതിയായിട്ടാ, നാളെ തൊട്ട് കേട്ടു തുടങ്ങും. സമയം കളയാതെ ഇവനിട്ട് രണ്ട് കൊടുക്കറോ. ഇവനെ പൊങ്കോലട്ടന്റെ കയ്യൊടിയറേ. അതുകൊണ്ടാ. ഇനി എന്നെ ഉപദ്രവിക്കരുത്. കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാ മതി. പോലീസിൽ ഏൽപ്പിക്കില്ലെങ്കിൽ ഞാൻ സത്യമെല്ലാം തുറന്നു പറയാം. അരവിന്ദ്, ആ മതി 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 മതി. എന്നാ ഇനി സത്യം പറ, നീയല്ലേ ഫുഡ് പ്രോഡക്ട്സിൽ മായം ചേർത്തത്? ഞാനാണ്. ആര് പറഞ്ഞിട്ട്? നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോ. ചുമക്കും.
ചുമക്കണം. കുറച്ച് വെള്ളം കുടിക്കും. കുടിക്ക്. ഈ ചുമ കുറയില്ല, അത് കൂടും. കുറച്ച് കഴിയുമ്പോ ഛർദിക്കാനും തുടങ്ങും. ഇന്ന് നീ ഓർഡർ ചെയ്ത് വരുത്തിയത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫുഡാ. ആ അതെ, അത് തന്നെ. നീ ആശ്രയയിലെ പാവങ്ങൾക്ക് കലക്കി കൊടുത്ത അതേ വിഷം. ഇതിന്റെ ടേസ്റ്റ് നീയൊന്നറിയണ്ടേ? ഏയ് ഇരിക്ക്, ആനെങ്കിൽ പോകരുത്. പേടിക്കണ്ട, നീ ചാവൊന്നുമില്ല. പക്ഷെ നീ അനുഭവിക്കും. ആ പാവങ്ങൾ അനുഭവിച്ച വേദന നീയും അറിയും. അറിയണം. ഇരിക്കടി. ടെൻഷനാവണ്ട. ടെൻഷൻ രക്തത്തിലൂടെയുള്ള വിഷത്തിന്റെ വ്യാപനം കൂട്ടുമെന്ന് പഠിച്ചിട്ടില്ലേ? നീ ഓരോ പ്രാവശ്യം എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴും ഞാൻ നിന്റെ ജീവൻ എടുക്കാതെ വെറുതെ വിടുന്നത് എന്റെ ഔദാര്യമായിട്ടൊന്നും നീ കരുതണ്ട. ഇതുപോലെ നീ നരകിക്കുന്നത് നേരിട്ട് എനിക്ക് കാണണം. ഏതിനും അണിഞ്ഞൊരുങ്ങിയിരുന്ന് കഴിച്ചത് നന്നായി. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നിനക്കറിയാം. ഇനിയും നീ ഇത് തുടർന്നാൽ നിന്റെ ദുഷിച്ച ജീവനെടുക്കാൻ ഒരു സുനാമിയോ ഉരുൾപൊട്ടലോ ഇടിമിന്നലോ വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഈ കൈകൊണ്ടായിരിക്കും നിന്റെ ദുർമരണം. ആന്റി, എന്തോ പ്രശ്നമുണ്ട്. ഗംഗയുടെ ഈ കിടപ്പ് കണ്ടിട്ട് പ്രിയങ്ക തട്ടിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. വിഷമിക്കാതെ, അത്രയ്ക്കങ്ങ് പേടിക്കാനൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നോ? ഇനി ഇതിൽ കൂടുതൽ എന്താണ് ആന്റി സംഭവിക്കാനുള്ളത്? എന്റെ കൂടെപ്പറപ്പ കൃത്രിമ ശ്വാസവുമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണാൻ, ഒന്ന് കൂട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാനൊരു കൂടെപ്പറപ്പ, അറിയോ ആന്റിക്ക്? ഒന്നും സംഭവിച്ചില്ല. ഗംഗേ, ഞാൻ പറഞ്ഞത് അതല്ല. എനിക്ക് മനസ്സിലാവും നിന്റെ വികാരമൊക്കെ. നിങ്ങൾ തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിന്റെ ആഴവും ഒക്കെ എനിക്കറിയാം. പക്ഷേ അല്പം വിഷം ഉള്ളിൽ ചെന്നാൽ ചത്തുമലക്കുന്ന രക്തമല്ല പ്രിയങ്കയുടേത്. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനോ അത്. അവള് തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടെ. അതെ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വിളിച്ചായിരുന്നു. പ്രിയങ്ക ഐസിയുലല്ല, അവളെ വാർഡിലേക്ക് മാറ്റി. നിന്റെ ക്ലാസ് കഴിഞ്ഞോടാ അനിയൂട്ട? ക്ലാസ് കഴിഞ്ഞില്ല, ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. കൊറോണ വന്ന കാരണം പിള്ളേരൊക്കെ ഭാഗ്യവന്മാരായി. ഇങ്ങനെ മൊബൈലിൽ നോക്കി ഇരുന്നാ മതിയല്ലോ, പഠിക്കണ്ടല്ലോ. എന്ന് ആര് പറഞ്ഞു? പഠിക്കണോ അച്ഛാ?
സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ സന്തോഷമൊക്കെ പോയി കിട്ടിയെന്ന് തന്നെ പറയാം. ചില വീടുകളിലെ മാതാപിതാക്കളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. ആ അച്ഛാ, ചേച്ചി പറഞ്ഞു ശിവരാമൻ സാറിന്റെ ബർത്ത്ഡേ അടുത്തോന്ന്. പിന്നെ അടുത്ത ആഴ്ച സാറിന്റെ ബർത്ത്ഡേ. നമ്മൾ എന്ത് സമ്മാന പിറന്നാളിന് കൊടുക്കുന്നേ? അല്ല നന്ദനെ, ഇത്തവണ അച്ഛന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു. നീ കേട്ടില്ലേ? കേട്ടു. ആന്റി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ഉണ്ടാവണമല്ലോ. പക്ഷേ അതൊക്കെ മേലൊരു സമ്മാനം വേണ്ടേ അച്ഛന് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു അച്ഛനാ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അങ്കിൾ പിറന്നാൾ സമ്മാനമായി അങ്ങനൊരു ഗിഫ്റ്റ് ആവശ്യപ്പെട്ട അഖില അതിന് സമ്മതം കൊടുക്കൂ? അന്നേ ദിവസം ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നത് ആകാശത്ത് നിൽക്കുന്ന അമ്പിളി മാമനെയാണെങ്കിലും അതിനെ പിടിച്ചു കൊടുക്കാൻ ഇറങ്ങി തിരിക്കും അഖില. അതാണല്ലോ സ്വഭാവം. കൊള്ളാൻറ്റി, അച്ഛനും മോനും കൂടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന തന്ത്രം കൊള്ളാം. സത്യപ്രിയങ്കെ, അവര് കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ വർക്കൗട്ടായ അടുക്കളക്കാരി അഖിലയുടെ മരുമകളാകും. തൃച്ചംബരത്തെ മരുമകളാകാൻ കാത്തിരുന്ന ഗംഗയ്ക്ക് തല കുനിച്ച് കെട്ടും ഭാണ്ഡവും എടുത്ത് നാഗമഠത്തേക്ക് മടങ്ങാം. അതൊരിക്കലും നടക്കില്ല ആന്റി. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഗംഗയെ തൃച്ചംബരത്തെ മരുമകളാക്കി തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കിയിട്ടേ പ്രിയങ്ക അടങ്ങൂ. കേൾക്കാൻ കാതുകൾക്ക് ഒരു ഇമ്പമൊക്കെ ഉണ്ട് പ്രിയങ്കേ, പക്ഷെ അത് നടക്കണം. എന്താ ഇങ്ങനെ നോക്കണേ? എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമില്ലാണ്ടില്ല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നീ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് വിളപ്പുറത്തമ്മയോട് എന്റെ ഭയാശങ്കകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ ചങ്ങാതി, ഇത്രയും സഹനശക്തി എനിക്ക് എങ്ങനെ കിട്ടിയെന്നാ ഞാൻ ആലോചിക്കണേ. കല്യാണി, അല്ല ഇതെന്താ കയ്യില് പ്രസാദമായിട്ട് ചെമ്പരത്തിയോടൊരു കിന്നാരം? ഒന്നുമില്ല, വിളപ്പുറത്തമ്മയെ കണ്ടിട്ട് വരുന്ന വഴി എന്റെ ചങ്ങാതിയെ കൂടെ ഒന്ന് കാണാന്ന് കരുതി. നിന്റെ വിളപ്പുറത്തമ്മയോട് എന്താ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചത് എന്താണെന്ന് മറ്റൊരാളോട് പറയാൻ പാടില്ല. അതിന് ഫലം ഉണ്ടാവില്ലെന്നാ പറയണേ. വേണ്ട, നീ പറയണ്ട. പക്ഷെ പ്രാർത്ഥിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ, കേക്കട്ടെ. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത് നീ എനിക്ക് തരണം. ആ ശരി, സമ്മതിച്ചിരിക്കുന്നു. ഒടുവില് വാക്ക് മാറ്റരുത്. വാക്കൊന്നും മാറ്റില്ല. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാ. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഗംഗ, ആന്റി, നിന്റെ പേരിന് മുന്നിൽ തൃച്ചംബരം എന്ന തറവാട്ടു പേര് ചേർക്കണമെങ്കിൽ നീ 3 ദിവസം പൂർവികർക്ക് പൂജ ചെയ്യണം. പൂർവികരുടെ അനുഗ്രഹവും അനുവാദവും കിട്ടണം. അതിനുശേഷം ആചാരപ്രകാരം ചെയ്യാനുള്ള ചടങ്ങുകളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ തൃച്ചംബരം തറവാടിന്റെ പേര് നിന്റെ പേരിന് മുന്നിൽ ചേർക്കാൻ പറ്റൂ. ചേച്ചി, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഗംഗയോട് പറഞ്ഞു കൊടുത്തതാ. അപ്പൊ ഗംഗ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, തൃച്ചംബരത്തെ ഗംഗയായാലേ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ, അതിനി ഒറ്റക്കാലിൽ തപസ് ചെയ്യാനും അവള് തയ്യാറാണെന്ന്.
കണ്ടു കണ്ടു അവളുടെ ഒരു സന്തോഷം. ചേച്ചി അനുവാദം തന്നിരിക്കുന്നു. ഗംഗ, പൂർവികർക്ക് പൂജ ചെയ്യണമെങ്കിൽ അതിവെളുപ്പിനെ, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഉണരണം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ച് പൂജയ്ക്ക് തയ്യാറാവണം. പൂർവികർ നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ വെച്ച് ചിട്ടയായി പ്രാർത്ഥിക്കണം. ഹലോ ഹലോ കല്യാണി, നീ മുറിയിലേക്കൊന്ന് വാ. എന്താ വലിയ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അത് ഫോണിലൂടെ പറയാൻ പറ്റില്ല. വേഗം മുറിയിലേക്ക് വാ. വല്യുഞ്ഞേ, എന്തോ അത്യാവശ്യ കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്നും മിണ്ടാത്തെ? അതെ, എനിക്ക് കിച്ചണിൽ ഒത്തിരി ജോലിയുണ്ട്, ഉടനെ പോണം. ഇരിക്ക. ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനാ വിളിച്ചത്. കിച്ചണിലെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ശരി, എന്താണെന്ന് പറയും. അമ്മേ, ദേവി, ഞാനിപ്പോഴും ഒരു ധർമ്മസങ്കടത്തിലാ ദേവി. തൃച്ചംബരത്തെ ആചാരപ്രകാരം നടത്തേണ്ട ഒരു പൂജാകർമ്മം ആരും കാണാണ്ട് ഒളിച്ചു ചെയ്യേണ്ട ഒരു അവസ്ഥയിലാ ഞാൻ. അതാരെങ്കിലും കണ്ടുപിടിച്ച വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. എന്നാൽ ഞാൻ ആ പൂജ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാ വല്യുഞ്ഞ് പറഞ്ഞിരിക്കുന്നെ. അനുസരിക്കാണ്ട് തരയില്ലല്ലോ. ഞങ്ങളെ കാത്തോളണം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂർവികരുടെ പ്രീതി നേടേണ്ട പൂജ ഒരു മത്സരം പോലെ വന്ന് ഭവിച്ചിരിക്കണേ. ആ മത്സരത്തിൽ വിജയം ഉണ്ടാവാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം.